നടൻ കൃഷ്ണകുമാറും പിള്ളേരും എപ്പോഴും വൈറലാണ്. അവരുടെ മക്കളായിട്ട് പുള്ളിയായിട്ട് വൈറലായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്തില്ലെങ്കിലും, പുള്ളി ഇപ്പോൾ അഭിനയിക്കുന്നൊന്നും ഇല്ലെങ്കിലും, പുള്ളിയുടെ മക്കളായിട്ട് എന്തെങ്കിലുമൊക്കെ പണിയും വള്ളിയും ഒക്കെ ആയിട്ട് വരും. ഇപ്പോൾ അഹാനയുടെ ഒരു പോസ്റ്റാണ് വൈറലാകുന്നത്. അഹാന കൃഷ്ണ, എല്ലാവർക്കും അറിയാം. അഹാന കൃഷ്ണ സിനിമാ നടിയാണ്, അതോടൊപ്പം അവർ വ്ളോഗറാണ്. അവർ ഒരുപാട് കാര്യങ്ങൾ പോസ്റ്റ് ചെയ്യാറുണ്ട്. അവരുടെ ചേച്ചിയും അനിയത്തിയും ഒക്കെ ഡാൻസേഴ്സും വ്ളോഗേഴ്സും ഒക്കെയാണ്. എന്തായാലും അത്യാവശ്യം നാട്ടുകാരുടെ നിന്ന് ചീത്ത കേൾക്കുന്ന സകല പരിപാടികളും ചെയ്യാറുണ്ട്. അവർ പറയുന്നത് കുറച്ച് കാര്യങ്ങൾ ഓക്കെ ആയിരിക്കും, കുറച്ച് കാര്യങ്ങൾ നാട്ടുകാർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടത്തില്ല. അതുകൊണ്ട് ഈ സൈബർ റോളുകളിൽ നിന്ന് ശരിക്കും പറയാറുണ്ട്. അക്കൂട്ടത്തിൽ പുതിയൊരു സംഭവം, പക്ഷെ അത് ഇപ്രാവശ്യം പറഞ്ഞിരിക്കുന്ന കാര്യം വളരെ കൃത്യമായി ശരി അഡ്രസ് ചെയ്തിരിക്കുന്ന സമൂഹത്തിൽ, നമ്മുടെ കേരള സമൂഹത്തിൽ അഡ്രസ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് അഹാൻ എടുത്ത് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും അനുഭവിക്കുന്ന കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മുടെ നാട്ടിൽ ഉത്സവങ്ങൾ നടക്കുമ്പോൾ, അല്ലെങ്കിൽ പള്ളിപ്പെരുന്നാൾ നടക്കുമ്പോൾ, എന്ത് നടന്നാലും പെരുന്നാൾ നടന്നാലും മൈക്കിന്റെ അല്ലെങ്കിൽ മൈക്ക്, അതായത് അവിടെ ഒരു അമ്പലം ഉണ്ട്, അത് കിലോമീറ്റർ അപ്പുറത്തായാലും നമ്മുടെ ഇടവകയിൽ അല്ലെങ്കിൽ നമ്മുടെ ചേരുവാരം ഒരു അമ്പലം ഉണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഒരു മൈക്ക് അങ്ങോട്ട് വെച്ച് പാട്ട് അങ്ങോട്ട് തുടങ്ങും. പാട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ രാവിലെ ഒരു 5:30 തൊട്ട് പിന്നെ രാത്രി ഒരു 10 മണി വരെ മേളമാണ്. നമുക്ക് TV കാണാനോ ഫോൺ ചെയ്യാനോ സമാധാനമായിട്ടൊന്ന് ഉറങ്ങാനോ പറ്റാത്ത തരത്തിൽ ശല്യമാകുന്ന രീതിയിലാണ് മിക്ക ക്ഷേത്രങ്ങളിലും ഇന്നിപ്പോൾ. ക്ഷേത്രങ്ങളെന്ന് ഞാൻ ഒരു പർട്ടിക്കുലറായിട്ട് പറയുന്നതേ ഉള്ളൂ. അത് ക്ഷേത്രങ്ങളിലാണ് കൂടുതൽ ഉത്സവങ്ങളും കോലാഹലങ്ങളും നടക്കുന്നതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. അപ്പോൾ അഹാന ചോദിച്ചൊരു ചോദ്യം, ഞാനല്ല പറഞ്ഞത്, അഹാന ചോദിച്ചൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ, ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്നുണ്ടെന്ന് ക്ഷേത്രത്തിൽ വരുന്ന ആൾക്കാർ അറിഞ്ഞാൽ പോരെ, എന്തിനാണ് നാട്ടുകാരെ ശല്യപ്പെടുത്തുന്നത്? അതും ഒരാഴ്ചയോളം മൈക്കെടുത്ത് വെച്ചുകൊണ്ട് തമിഴ് ഡപ്പാങ്കൂത്ത് പാട്ടുകളിട്ട് എന്തിനാണ് ശല്യപ്പെടുത്തുന്നതെന്നാണ് അഹാന ഇൻസ്റ്റാഗ്രാം പോസ്റ്റിലൂടെ ചോദിച്ചിരിക്കുന്നത്. സത്യത്തിൽ അതൊരു ചോദിക്കേണ്ട ഒരു ചോദ്യം തന്നെയല്ലേ ജി? തീർച്ചയായിട്ടും പറഞ്ഞ പോലെ അഹാന കാണിച്ച ഒരു ധൈര്യമാണോ അഹാനയ്ക്ക് അറിയാമോ എന്ന് നമുക്കറിയില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അതായത് മതമായിട്ടൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അഡ്രസ്സ് ചെയ്യുമ്പോഴത്തേക്കും ഇത് വലിയ രീതിയിലൊക്കെ മിസ്ഇന്റർപ്രിറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അങ്ങനത്തുള്ള സാധ്യതകൾ ആഘോഷമാക്കുന്ന വലിയൊരു വിഭാഗം വേറെയുമുണ്ട്. എന്നാൽ തീർച്ചയായിട്ടും അഹാന ഈ ഒരു പർട്ടിക്കുലർ കേസിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം 2-3-4 ഇൻസ്റ്റാഗ്രാം സ്റ്റോറികൾ കൂടെയാണ് അഹാന പറഞ്ഞിരിക്കുന്നത്. അതായത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഈ വലിയ ശബ്ദകോലാഹലത്തോടു കൂടി ഉണ്ടാക്കുന്ന ഉച്ചഭാഷണിൽ നിന്ന് വരുന്ന ഈ ഒരു ശബ്ദം അമ്പലത്തിന്റെ ഭാഗമായിട്ട്, അമ്പലത്തിന്റെയൊക്കെ ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് വെച്ചിരിക്കുന്ന ഉച്ചഭാഷണിൽ നിന്നുണ്ടാകുന്ന ഒരു ശബ്ദം വലിയ അലോസരപ്പെടുത്തുന്നു. അല്ലെങ്കിൽ അമ്പലത്തിൽ എന്തെങ്കിലും പരിപാടികൾ ഉണ്ടെങ്കിൽ അത് കേൾക്കേണ്ട ആൾക്കാർ അവിടെ അമ്പലത്തിൽ പോയി കേട്ടുകൊള്ളും. ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു കോളാമ്പി വെച്ചുകൊണ്ട് മറ്റുള്ള ആൾക്കാരെ അറിയിക്കേണ്ട ആവശ്യം എന്താണെന്നുള്ളതാണ് അഹാനയുടെ പോസ്റ്റുകളുടെ ഒരു രത്ന ചുരുക്കം. അതിനോടൊപ്പം തന്നെ തനിക്ക് സഹിക്കാൻ വയ്യ ഈ തലവേദന എന്നുള്ള രീതിയിലൊക്കെ ഒരു ആംഗ്യത്തോടു കൂടി ഒരു ഫോട്ടോയും കൂടെ ഒക്കെ അഹാന ഇട്ടിട്ടുണ്ട്. അത് കൃത്യമായിട്ട് തന്നെ അഹാന മടുത്തു. അതായത് നമുക്കറിയാം, നമ്മുടെയൊക്കെ വീടുകളിലാണെങ്കിലും അടുത്തൊക്കെ ഒരു അമ്പലവും ക്ഷേത്രവും പള്ളിയൊക്കെ ഉണ്ടെങ്കിൽ, അവിടുത്തേക്ക് പരിപാടികൾ ഉണ്ടെങ്കിൽ കിലോമീറ്റർ കണക്കിന് അപ്പുറമുള്ള ആൾക്കാർക്ക് പോലും സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റാത്ത രീതിയിൽ അത്രയധികം സൗണ്ടുകളിൽ, ഭക്തിഗാനങ്ങൾ മാത്രമല്ല, പണ്ടൊക്കെ ഭക്തിഗാനം മാത്രം കേട്ടാൽ മതിയായിരുന്നു. രാവിലെയൊക്കെ ആണെങ്കിൽ ഈ ഏത് അമ്പലമാണോ ആ അമ്പലത്തിൽ ദൈവത്തെയൊക്കെ പറ്റിയുള്ള പാട്ടുകളായിരുന്നു. ഇപ്പോൾ ഡപ്പാങ്കൂത്ത് പാട്ടുകളും തമിഴ് പാട്ടുകളും തല്ലിപ്പൊളി പാട്ടുകളും ഒക്കെയാണ് ഇടുന്നത്. അതെ, കാരണം അഹാനത്ത് ചോദിക്കുന്നുണ്ട്, രാവിലെ എഴുന്നേൽക്കുമ്പോൾ കേൾക്കുന്ന പാട്ട് സറക്ക് വെച്ചിരിക്കെ, ഇറക്കി വെച്ചിരിക്കെ, വറുത്ത കോഴി മുളക് പോട്ട് വറുത്ത് വെച്ചിരിക്കെ, അമ്പലത്തിലെ പാട്ടാണോ ഇത് എന്ന രീതിയിൽ അഹാന കണ്ണുപിഴി തന്നെ അത് കാണിക്കുന്നുണ്ട്. ശരിക്കും ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു അമ്പലത്തിൽ ഇടേണ്ട പാട്ടാണോ? ഇപ്പൊ കൗസല്യ സുപ്രജ ആ പാട്ട് ഓക്കെ ഫൈൻ, നമുക്കിപ്പം ദേവിയുടെ പാട്ടോ ദേവന്റെ പാട്ടോ അമ്പലത്തിലൊക്കെ, ഇപ്പം മുസ്ലിംസ് മോസ്കിൽ ബാങ്ക് വിളിക്കുന്നു, ക്രിസ്ത്യൻസ് നല്ല സംഗീതം ഇടുന്നു, ഇതൊക്കെ ഓക്കെ. അതല്ലാതെ ഈ അമ്പലത്തിനകത്ത് തമിഴ് പാട്ട് ഡപ്പാങ്കൂത്തിന് എന്താണ് കാര്യം? അത് പോട്ടെ, ഡപ്പാങ്കൂത്ത് പാട്ട് അവരുടെ ഇഷ്ടം. പക്ഷെ അത് നാട്ടുകാരെ പിന്നെയും കേൾപ്പിച്ച് ഇങ്ങനെ ബോറടിപ്പിച്ച് പണ്ടാറടക്കുന്ന എന്തിനാണെന്നും അഹാന ചോദിക്കുന്നുണ്ട്. സ്ഥിരമായിട്ട് ഇതിനൊരു സമയപരിധിയെങ്കിലും ഉണ്ടായ നിരന്തരമായിട്ട് ഹൈക്കോടതികളിലൊക്കെ ചെല്ലുന്ന ഹർജികളിലേക്ക് ഭാഗമായിട്ട് ഹൈക്കോടതി ഇത്ര സമയം തൊട്ട് ഇത്ര സമയം വരെ, അത് രാത്രി 10-ന് ശേഷം ഉച്ചഭാഷണികൾ വെച്ചിട്ടുള്ള പരിപാടികൾ പാടില്ല എന്ന് സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്ന സംസ്ഥാനമാണ്. എങ്കിൽ പോലും പലപ്പോഴും അത് പാലിക്കാറില്ല. കാരണം അതിന് വലിയൊരു ഗ്രൗണ്ട് സപ്പോർട്ട് ഉണ്ട്. അതായത് ഈ ഒരു മതം എന്ന് പറയുന്ന ഒരു വിഷയമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി കാര്യങ്ങൾ, പുതിയ നിയമങ്ങളൊക്കെ രൂപീകരിക്കാൻ സർക്കാരുകൾ പോലും മടിക്കുന്ന, അല്ലെങ്കിൽ ഒന്ന് പേടിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കാര്യം അതിന് 2 വശങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ അഡ്രസ്സ് ചെയ്യുമ്പോൾ ആൾക്കാർ ഇത് കറക്റ്റ് സെൻസിലേക്ക് എന്ത് പ്രശ്നമാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത് എന്നുള്ളതല്ല ഇതേ മതവിഭാഗത്തിൽ പെടുന്ന അല്ലെങ്കിൽ വിശ്വാസ സമൂഹം പലപ്പോഴും സ്വീകരിക്കുന്ന എനിക്ക് തോന്നിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ വിഷയമായിട്ട് ബന്ധപ്പെടുത്തി വരുമ്പോൾ പോലും താഴെ വരുന്ന അഹാനയുടെ പോസ്റ്റ്, താഴെ വരുന്ന കമന്റുകൾ വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും. കാര്യം അവർ ചോദിക്കുന്ന ഒരു കാര്യം, നിന്റെ വീടിനടുത്ത് ക്രിസ്ത്യൻ പള്ളിയോ മോസ്കോ ഒക്കെ ഉണ്ടെങ്കിൽ നീ ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ പറയാനായിട്ട് ധൈര്യപ്പെടുമോ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഏത് വിഷയത്തെ പറ്റിയാണ് പറയുന്നത്? മനുഷ്യന് സ്വസ്ഥമായിട്ട് വീടുകളിൽ ഇരിക്കാനും അല്ലെങ്കിൽ അവന്റെ പ്രവർത്തികളിലൊക്കെ ഏർപ്പെടാനും സ്വൈര്യക്കേട് ഉണ്ടാക്കുന്ന രീതിയിൽ വലിയ ശബ്ദകോലാഹലത്തോടു കൂടി അമ്പലങ്ങളിലും പള്ളികളിലും മോസ്കുകളിലും ഒക്കെ പാട്ടും ആഘോഷവും അല്ലെങ്കിൽ അതിൻ്റെ ഭക്തിഗാനമാകട്ടെ വിശ്വാസമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാകട്ടെ ഇടുന്നതിനെ പറ്റിയിട്ടാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്.
നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശാരിക മതവുമായിട്ട് ബന്ധപ്പെടുത്തിയ ഒരു കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ എല്ലാ ആൾക്കാരും അഡ്രസ് ചെയ്യേണ്ടി വരും. അതായത് ഹിന്ദു ക്ഷേത്രങ്ങളിൽ ഉണ്ടാകുന്ന ഒരു പാട്ടിനെ പറ്റിയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ അതിലെ പ്രശ്നം എന്താന്നുള്ളതല്ല ആൾക്കാർ നോക്കുന്നത്. നീ ക്രിസ്ത്യൻ പള്ളിയിലെ പാട്ടുകളെ പറ്റി പറയൂ, നീ മോസ്കിലെ ബാങ്ക് വിളിച്ചാൽ നീ ഈ രീതിയിൽ ധൈര്യത്തോട് കൂടി പ്രതികരിക്കുമോ? അതാണ് ആ രീതിയിലേക്ക് ഡൈവേർട്ട് ചെയ്യുന്നത്. അതുകൂടാതെ കൃഷ്ണകുമാർ BJP-കാരനായതുകൊണ്ട് തന്നെ കൃഷ്ണകുമാറിന്റെ മകള് അതൊന്നും ആലോചിക്കാതെയാണോ പറഞ്ഞതെന്നും ചോദിച്ച് കമന്റുകൾ വരുന്നുണ്ട്, പേടിയില്ലാതെ. പിന്നെ കുറേയധികം പ്രാവശ്യം എനിക്ക് തോന്നുന്നു അഹാനയ്ക്ക് പോസിറ്റീവ് കമന്റ്സ് കുറെ വന്നിട്ടുണ്ട് ഇപ്രാവശ്യം. കാരണം വേറൊന്നും കൊണ്ടല്ല, എന്തായാലും കറക്റ്റ് ആയിട്ട് അഹാന കാര്യം പറഞ്ഞു. BJP ആണോ ഓർക്കാതെയാണോ, ഇനി പെട്ടെന്ന് മറന്നുപോയ കൂട്ടത്തിലാണോ എന്താണെന്ന് അറിയില്ല. പുള്ളിക്കാരത്തി കൃത്യമായ കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു തലയ്ക്ക് പെരുപ്പ് കയറിയിട്ട് അങ്ങാണ്ട് പുള്ളിക്കാരത്തി ഇത് അഹാനയ്ക്ക് വേർതിരിച്ച് കാണാൻ പറ്റുന്ന ഒരു രീതി ഉണ്ടെന്ന്. അതായത് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അഹാന ഒരു വിശ്വാസി തന്നെയാണ്. പലപ്പോഴും എനിക്കൊന്ന് ലാസ്റ്റ് കുംഭമേള ഇപ്പൊ നടന്നു പോയി, മഹാകുംഭമേളയിലും ഒക്കെ അഹാന അടക്കം പോയിരുന്നതാണ്. പക്ഷേ വിശ്വാസത്തിന്റെ ഒരു പരിധി എവിടെ വരെ ആകണം എന്നുള്ളൊരു ബോധ്യമുള്ള കുട്ടിയാണ് അഹാന എന്ന് തോന്നുന്നു. അതെ, അതിൽ അഹാന പ്രത്യേകം എഴുതി ചോദിക്കുന്നുണ്ട്, നമ്മളൊരു അമ്പലത്തിൽ ചെല്ലുമ്പോൾ അമ്പലത്തിൽ ഉത്സവം നടക്കുന്നുണ്ട്, അതിലെ ഭക്തരറിഞ്ഞാൽ പോരെ, അല്ലാതെ ഈ ക്ഷേത്ര ഭാരവാഹികളായാലും പള്ളി കമ്മിറ്റിക്കാരായാലും മസ്ജിദ് കമ്മിറ്റിക്കാരായാലും അത് നിങ്ങൾക്ക് എല്ലാവർക്കും, അതായത് ഓൾ കേരള ടീമിന് അല്ലെങ്കിൽ ആ കരയിലുള്ള എല്ലാ ആൾക്കാർക്കും അത് ഇഷ്ടമാണെന്നുള്ള ചിന്തയിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഓവർ കോൺഫിഡൻസിൽ ഈ സംഭവം ഈ കോളാമ്പി എടുത്ത് തുറന്നു വെക്കേണ്ട ആവശ്യമുണ്ടോ, ആവശ്യകത എന്താണെന്നാണ് അഹാന ചോദിക്കുന്നത്. അത് മാത്രമല്ല, അത് അവർ പ്രത്യേകം എടുത്ത് അതിന്റെ വീഡിയോ ക്ലിപ്പ് ഇടുന്നുണ്ട്, ഓരോ പ്രാവശ്യം ഇടുന്ന പാട്ടുകൾ. അതാണ് ഞാൻ ഈ ഇറക്കി വെച്ചിരിക്കുക സറക്ക വെച്ചിരിക്കുക എന്നുള്ള പാട്ട് കേട്ടത്. അപ്പൊ തന്നെ ആഹാരം ചോദിക്കുന്നത് എന്തുവാ ഇത്, മനുഷ്യനൊന്ന് അവസാനം തലയിലൊക്കെ കൈവച്ച് പോലെ സത്യം. അത് ഇപ്പൊ അഹാന മാത്രമല്ല, നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇപ്പൊ ജയുടെ നാട്ടിലായാലും എന്റെ നാട്ടിലായാലും ഇപ്പൊ അമ്പലങ്ങളിലെ രീതികൾ മാറിയിരിക്കുന്നു. നമ്മളിപ്പോ പതുക്കെ രാവിലെയൊക്കെ നമ്മൾ എഴുന്നേറ്റ് വന്ന് അമ്പലത്തിൽ നമ്മൾ സ്വാഭാവികമായിട്ട് ചോദിക്കുന്നത് എന്താ ഇന്നിപ്പോ പാട്ട് കേൾക്കുന്നു ചോദിക്കുമ്പോൾ ഉത്സവമാണ്, മുരുകന്റെ പാട്ട് അല്ലെങ്കിൽ ഇപ്പൊ ശിവന്റെ പാട്ട്, വിഷ്ണുവിന്റെ പാട്ട്, അല്ലെങ്കിൽ അമ്പലത്തിലെ പള്ളിയിലെ പാട്ട് കേൾക്കുമ്പോൾ നമ്മുടെ അമ്മമാർ ചോദിക്കുമ്പോൾ അവിടെ പെരുന്നാളാണ് നീ അറിഞ്ഞില്ലേ എന്ന് ചോദിക്കും. പക്ഷെ ഇന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല, കാരണം പാട്ടിടുന്ന മുഴുവൻ ഡപ്പാങ്കൂത്ത് പാട്ടുകളാണ്, അതായത് ഈ ഡാൻസ് പാട്ടുകൾ ഇടുന്നത്. അപ്പൊ നമ്മൾ കല്യാണ വീടാണോ, ആദ്യമൊക്കെ ഞാൻ അങ്ങനെ ചോദിച്ചിട്ടുണ്ട്, കല്യാണ വീടാണോ? കല്യാണ വീടല്ല, അമ്പലത്തിൽ ആ ഇന്ന അമ്പലത്തിന്റെ പേര് പറഞ്ഞിട്ട് ആ അമ്പലത്തിലെ ഉത്സവം ജാതിമത ഭേദമന്യേ ആ കാര്യത്തിൽ നല്ലൊരു ക്രിസ്ത്യൻ പള്ളികളൊക്കെ പറഞ്ഞ കണക്ക് വലിയ ആഘോഷങ്ങളോ നമുക്ക് പറഞ്ഞ കണക്ക് ഫെസ്റ്റിവലൊക്കെ വരികയാണെങ്കിലും അവിടെയും പള്ളിയിലൊക്കെ DJ പരിപാടികളൊക്കെ, അമ്പലത്തില് പള്ളികളിലൊക്കെ DJ പരിപാടികൾ ആഘോഷമാണ്. അതായത് ഇതൊരു വിശ്വാസം എന്നുള്ള ഭാഗത്തിനപ്പുറം അല്ലെങ്കിൽ അത്തരത്തിലുള്ള പാട്ടുകളും കാര്യങ്ങളൊന്നുമല്ല. ആളുകൾ മാക്സിമം ആഘോഷിക്കാനായിട്ടുള്ള വേദികളായിട്ട് ഈ അമ്പലത്തിന്റെയും പള്ളികളെയും മോസ്കുകളെയൊക്കെ മാറ്റുകയാണ്. പാട്ടുകളൊക്കെ ആ രീതിയിലുള്ള ബീറ്റുകളാണ്, അത് മാത്രമല്ല പറ്റിയ ബീറ്റുകളാണ്. അതെ, ജയ് ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മുടെ ഈ കൊറോണയ്ക്ക് ശേഷം ഉത്സവത്തിനും പള്ളിപ്പെരുന്നാളിനും ഈ മസ്ജിദിലെ എന്തെങ്കിലും ചടങ്ങിനായാലും ആൾക്കാർ പോകുന്ന ലെവലൊക്കെ ഒരു രീതിയൊക്കെ മാറി. പണ്ടെന്ന് പറഞ്ഞാൽ ഒരു ടൈപ്പ് ഓഫ് ആൾക്കാർ മാത്രം ഉത്സവങ്ങൾക്ക് പോയിക്കൊണ്ടിരുന്നത്. ഇന്ന് യുവജനത മുഴുവൻ ഉത്സവ പറമ്പിലേക്ക് അങ്ങ് എരച്ചു കയറുക. പക്ഷെ അപ്പൊ നമ്മൾ അവിശ്വാസികളാണെന്നുള്ള ചോദ്യം ആഘോഷിക്കാൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോമാണ് എന്ന രീതിയിൽ വെച്ചിട്ട് തന്നെയാണ് ഇന്ന് യുവജനത അങ്ങോട്ട് അരച്ചു കയറുന്നത്. അല്ലാതെ അവിടെയുള്ള വിശ്വാസം കൊണ്ടോ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടോ അല്ല ഭൂരിപക്ഷം ആൾക്കാരും പോകുന്നത്. കാരണം അത്രയ്ക്ക് ജനബാഹുല്യമാണ് ഇന്ന് മിക്ക ഉത്സവങ്ങളും. ഓരോ ക്ഷേത്ര വക അല്ലെങ്കിൽ കരക്കാരുടെ ഏത് ചെറിയ അമ്പലങ്ങളിലെ ഉത്സവങ്ങൾ നമ്മൾ എടുത്തു നോക്കിയാൽ തന്നെ അറിയാം, വലിയ ആഘോഷമാണ്. നല്ല പണമൊക്കെ മുടക്കി ഈ മറ്റേ പേപ്പർ സംഭവമൊക്കെ പറത്തുന്ന സാധനം ഉണ്ടല്ലോ, അതൊക്കെ ബ്ലാസ്റ്റ് ചെയ്യുന്ന സാധനം. അതോടൊപ്പം തന്നെ ഡപ്പാങ്കൂത്ത് പാട്ട്, ചെണ്ടക്കാരൻ സഹിക്കാൻ പറ്റാത്തൊരു കാര്യമുണ്ട് കേട്ടോ. ചെറിയ കുട്ടികളുടെ പോലും കണ്ണടിച്ചു പോകുന്ന രീതിയിലൊക്കെയാണ് ചിലയിടത്ത് ഈ ലൈറ്റുകൾ ഒരു പരിധിവരെയൊക്കെ ലേസർ ലൈറ്റുകൾ കാണിക്കാൻ പാടില്ല, ഉപയോഗിക്കാൻ പാടില്ലെന്ന് കോടതിയുടെ ഉത്തരവുണ്ടെങ്കിൽ പോലും ഈ അടുത്തിടയ്ക്ക് നമ്മുടെ ഈ ഷൂട്ട് ചെയ്യുന്ന പേട്ടയിലാണ് നമ്മുടെ ഓഫീസുള്ളത്, തിരുവനന്തപുരത്ത് ഓഫീസുള്ളത്. ഇവിടെ അടുത്തിടയ്ക്ക് ഇവിടുത്തെ അമ്പലത്തിൽ തന്നെ ആഘോഷങ്ങൾ പൊയ്ക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഒരു ലോറി നിറയെ ഇത്തരത്തിൽ സെറ്റ് ചെയ്തേക്കാണ് ലൈറ്റുകൾ. എനിക്ക് തന്നെ അവിടെ നിന്നിട്ട് തന്നെ കണ്ണിലേക്ക് കുറച്ച് നേരം അവിടെ നോക്കി കഴിഞ്ഞാൽ കണ്ണടിച്ചു പോകുന്നു. അതായത് ഒരു തരം വല്ലാത്ത ഫ്ലൂറസെന്റ് മഞ്ഞയും ഫ്ലൂറസെന്റ് റെഡും ഒക്കെ പോലത്തെ ഒരു പ്രത്യേകതരം കളറാണ്. നോർമൽ കളർ ഒന്നുമല്ല. നോർമൽ ഒരു വെള്ളയോ പച്ചയൊക്കെ പിന്നെ സഹിക്കാം. ഇത് അങ്ങനെയാണ്. അത് ഞങ്ങളുടെ തീവ്രമായ ലൈറ്റാണ്. കാരണം നമ്മളത് നോക്കുമല്ലോ, സ്വാഭാവികമായിട്ട് കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ നോക്കി നിൽക്കുമ്പോൾ നമ്മുടെ കണ്ണ് കുറച്ചു നേരത്തേക്ക് ബ്ലറായി പോകും. ആ പരുവത്തിനാണ് ലൈറ്റ് സിസ്റ്റം ഒക്കെ. ഇതൊക്കെ എവിടുന്ന് ഇവര് കൊണ്ടുവരുമ്പോഴാണ് ഇത്രയും മോസ്റ്റ് മോഡേൺ സാധനങ്ങളൊക്കെ കണ്ടുപിടിച്ചോ എന്ന് നമ്മൾ ചിന്തിക്കുന്നത്. തീർച്ചയായിട്ടും പറഞ്ഞ കണക്ക് ഒരു അല്പം കൂടി ലൈറ്റ് തീവ്രമായിട്ടുള്ള ലൈറ്റുകളാണ് നമ്മുടെ കാറിലും ബൈക്കുകളിലൊക്കെ ഉപയോഗിക്കുന്നെങ്കിൽ അത് കൃത്യമായിട്ട് പോയി അഴിപ്പിക്കാൻ ഉള്ള ഗഡ്സ് ഉള്ള മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ഇവിടെ ഉണ്ട്. പക്ഷേ ആ ഗഡ്സും ആ ധൈര്യവും ഇത്തരത്തിൽ അമ്പലങ്ങളിലോ പള്ളികളിലോ ഒക്കെ പരിപാടി നടന്നാൽ അവിടുത്തെ ലൈറ്റുകൾ അഴിപ്പിക്കാനോ സ്പീക്കറുകൾ താഴെ ഇറക്കാനോ എന്തുകൊണ്ട് കാണിക്കുന്നില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇതിനെ ഏത് രീതിയിലേക്ക് ജനങ്ങളെടുക്കും, ഇത് വലിയൊരു മതവികാരങ്ങളെയൊക്കെ വ്രണപ്പെടുത്തുന്ന രീതിയിലേക്കൊക്കെ അഡ്രസ് ചെയ്യപ്പെടുമോ എന്നുള്ളൊരു പേടി
സർക്കാരിന് പോലും പല സമയങ്ങളിലും ഒക്കെ ഉണ്ട് ശരിയല്ലെന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ തന്നെ നമ്മള് 10 മണിക്ക് മൈക്കൽ ഓഫ് എന്ന് പറഞ്ഞാൽ പല അമ്പലങ്ങളിലും അല്ലെങ്കിൽ പള്ളികളിലും പ്രശ്നമുണ്ട്. അതെന്താ അങ്ങനെ? ഞങ്ങളുടെ കരയിലെ ഉത്സവത്തിന് അങ്ങനെ നിങ്ങൾ പറയുന്ന പോലൊന്നും അല്ല, ഞങ്ങൾ ഓഫ് ചെയ്യത്തില്ല. ആ ഒരു നിർബന്ധം പിടിക്കുന്ന അതായത് ആ പർട്ടിക്കുലർ സമയത്ത് അവിടുത്തെ നിയമങ്ങളും രീതികളും ചട്ടങ്ങളും ഒക്കെ നിയന്ത്രിക്കുന്നത് അവരാണ്. അത് എത്ര നിർബന്ധം. പിന്നെ പോലീസുകാർക്കായാലും ഒരു പരിധി. പക്ഷെ ഇപ്പൊ ഇച്ചിരി സ്ട്രിക്റ്റ് ആണ്. പോലീസുകാർക്ക് ഒരു പരിധിയിൽ കൂടുതൽ ഈ മതമായതുകൊണ്ട് തന്നെ കയറി പിടിക്കാൻ പറ്റത്തില്ല. പിന്നെ അവിടെ ഒരു മത ലഹളയൊക്കെ ഉണ്ടാക്കാൻ മടിക്കത്തില്ല. കാരണം ഇതിന് എന്തിനു വേണ്ടി നോക്കി നിൽക്കുന്ന കുറെ ഈ കരിവണ്ടുകൾ ഉണ്ടല്ലോ നമ്മുടെ ചുറ്റിനും. അതുകൊണ്ട് തന്നെ ഈ എന്തായാലും 10 മണി എന്നുള്ളത് ഇപ്പൊ കൃത്യമായി പാലിക്കുന്നുണ്ട്. അതായത് കൃത്യമായി പാലിപ്പിക്കുന്നുണ്ടെന്നുള്ളതാണ് സത്യം. ആരും സ്വയം ഓഫ് ചെയ്യുന്നതല്ല. ഇപ്പൊ അമ്പലങ്ങളിൽ നമ്മൾ ചെന്നാലും പള്ളിയിൽ ചെന്നാലും ഗാനമേളയൊക്കെ ഇപ്പൊ ശ്രദ്ധിച്ചിട്ടുണ്ടോ നടത്തില്ല. ഒരു ദീപാരാധനയൊക്കെ കഴിഞ്ഞ ഒരു 6, 6, 7 മണിയോട് ഗാനമേളയൊക്കെ അങ്ങ് തുടങ്ങും. നാടകമൊക്കെ ഒരു 8 മണി ആ ഒരു സമയത്ത് വൈൻഡപ്പ് ചെയ്യും. പള്ളികളിലും അങ്ങനെ തന്നെയാണ് എനിക്ക് തോന്നുന്നത്. സോ 10 മണി എന്നുള്ളത് ഇപ്പൊ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. കാരണം നേരെ നമുക്ക് കിടന്നുറങ്ങാൻ പറ്റത്തില്ലായിരുന്നു. 1 മണി വരെയൊക്കെയാണ്. തൊട്ടടുത്ത് അമ്പലമുള്ളവരുടെ കാര്യം പോക്കാം, അമ്പലമോ പള്ളിയുള്ളവരുടെ കാര്യം പോക്കാം. കാരണം ഈ ആഘോഷ മേളാംഗങ്ങളും ഈ പറയുന്ന വലിയ കോളാമ്പി മൈക്ക് നിരോധിച്ചിട്ട് ഇപ്പൊ അതില്ല. പക്ഷെ മറ്റേ ബോക്സുകളാണ് ഇപ്പൊ വെച്ചിരിക്കുന്നത്. കോളാമ്പി മൈക്കിനെക്കാളും പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും കൂടിയ ഇനങ്ങൾ ഇതൊക്കെ. എന്തായാലും നമ്മൾ അഡ്രസ് ചെയ്യണ മറ്റൊരു കാര്യം കൂടി ഉണ്ട്. ചെറുതായിട്ടൊന്ന് പറഞ്ഞു പോകുക. ഈ പറഞ്ഞ പോലെ തന്നെ ഉത്സവങ്ങളുടെയൊക്കെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന വലിയ തിരക്ക്, റോഡുകളിലേക്ക് ബ്ലോക്ക്, അതായത് പല അത്യാവശ്യങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് രോഗികളുമായിട്ടൊക്കെ പോകുന്ന ആംബുലൻസുകൾ പോലും പലപ്പോഴും ഈ ഒരു നീണ്ട നിരയിൽ ഈ പറഞ്ഞ പോലെ സമയം കാത്തു കിടക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. പലപ്പോഴും നമുക്ക് പ്രതികരിക്കാൻ തോന്നെങ്കിൽ പോലും പ്രതികരിച്ചു കഴിഞ്ഞാൽ വലിയൊരു മാസമാണുള്ളത്, നമുക്കറിയാലോ. ഈ ഒരു ഉത്സവത്തിന്റെ ലഹരിയിലേക്ക് ആഘോഷപൂർവ്വം പോകുന്ന വലിയൊരു കൂട്ടം ആൾക്കാരാ. അപ്പൊ എനിക്ക് പെട്ടെന്ന് പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്ത് തെറി കേൾക്കേണ്ട ഗതിയിലേക്ക് കാര്യങ്ങൾ പോകുന്ന അവസ്ഥകളുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തുള്ളൊരു കുറെ അധികം ആൾക്കാരെങ്കിലും, എല്ലാ ആൾക്കാരെയും പറയുന്നെങ്കിൽ പോലും ഈ ഒരു ഉത്സവത്തിന്റെ ഭാഗമായിട്ട് വരുന്ന കുറെ ആൾക്കാരെങ്കിലും മദ്യമൊക്കെ ഉപയോഗിച്ചിട്ട് വരുന്ന ആൾക്കാർ തന്നെ. അത് ഉത്സവം എന്നുള്ളതല്ല, ആഘോഷ പരിപാടികൾ ഏത് മതത്തിന്റെ ജാതിയുടെ ഭാഗമായിട്ട് എവിടെ ഉണ്ടാകുന്നു അവിടെയൊക്കെ ഈ പറഞ്ഞ പോലെ നമുക്ക് കാണുമ്പോൾ അറിയാൻ പറ്റുമല്ലോ. സാധാരണ ഒരു പാട്ട് തുള്ളുന്ന ആൾക്കാരെയും മദ്യപിച്ചുള്ളുന്ന ആൾക്കാരെയും കണ്ടാൽ തിരിച്ചറിയാനുള്ള ബോധം എല്ലാ മലയാളികൾക്കും ഉണ്ട്. അത് മാത്രമല്ല, നമ്മളൊക്കെ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ചിലപ്പോഴൊക്കെ ചില അമ്പലങ്ങളുടെ താലപ്പൊലിയോ അല്ലെങ്കിൽ ഇങ്ങനെ ഈ പറയുന്ന സന്നാഹങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ പേടിക്കും. അയ്യോ ദൈവമേ, ഇനി റോഡ് ബ്ലോക്ക് ആയിരിക്കും, ഇപ്പോഴങ്ങ് പോകാൻ പറ്റത്തില്ലെന്ന് ടെൻഷൻ വരും. ആ വെളിയിലേക്ക് ഇറങ്ങാത്ത സാഹചര്യമുണ്ട്. നമുക്ക് പലയിടത്തും പല സ്ഥലങ്ങളിലും ഉത്സവങ്ങളൊക്കെ ആണെന്ന് അറിയാമെങ്കിൽ നമ്മൾ തന്നെ ഏതെങ്കിലും ദൂരയാത്ര പ്ലാൻ ചെയ്തിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് അതിന് മുന്നേ പോകും, അല്ലെങ്കിൽ അതിന് ശേഷം പോകും. കാരണം നമുക്കറിയാം ഈ സമയത്ത് ഇവിടെ പോയി കഴിഞ്ഞാൽ ഇന്ന് അങ്ങോട്ട് എത്താൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെ പേടിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പൊ നമ്മുടെ ഉത്സവത്തിന്റെ ആ ഒരു നടത്തിപ്പ് മാറിക്കൊണ്ടിരിക്കുന്നത്. സ്വാതന്ത്ര്യങ്ങളെ ഹരിക്കുന്ന രീതി. അതെ, തീർച്ചയായിട്ടും. അപ്പൊ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ അഡ്രസ് ചെയ്യപ്പെട്ട തന്നെയാണ്. തീർച്ചയായിട്ടും മഹാനകൃഷ്ണ അങ്ങനെ പറഞ്ഞത് നല്ല ഒരു കാര്യം തന്നെയാണ്. അത് അവരെ പൊങ്കാല ഇടുന്നതിന് മുൻപ് ഈ സൈബർ റോഡുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അവർ പറഞ്ഞതിൽ കണ്ടന്റ് എന്താണ്, അവർ വീഡിയോസ് ചെയ്ത് അവർ ചുമ്മാ ഉണ്ടാക്കി പറയുമല്ലോ. അങ്ങനെയാണല്ലോ മിക്കപ്പോഴും കുക്ഡ് അപ്പ് സ്റ്റോറിയാണ്, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞ് എതിർകക്ഷികൾ ഇനി വന്നേക്കാം. എന്നിരുന്നാലും അതുകൊണ്ടായിരിക്കണം ഒരു വീഡിയോ സഹിതം പിന്നെ പാട്ട് കേൾക്കുന്നത് സഹിതമാണ് അവർ അതിനകത്ത് ഇൻസ്റ്റഗ്രാമിൽ കുറിപ്പ് കുറിച്ചിരിക്കുന്നത്. സോ അതിന് നല്ല അർത്ഥത്തിൽ എടുക്കാം. നല്ല കാര്യങ്ങൾ ഒരു വ്യക്തി പറയുമ്പോൾ അതിന് നല്ല അർത്ഥത്തിൽ എടുക്കാം. മതസ്പർദ്ധ ഉണ്ടാക്കാതിരിക്കാൻ ശ്രമിക്കുക. അവരെ പൊങ്കാലിടുന്നത് ഈ പറയുന്ന പോലെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പറയുമ്പോൾ നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്യാൻ ഒരു മര്യാദ ഈ സൈബർ റോഡുകൾ കാണിക്കുക.